എന്താണ് ലാസ്റ്റ് ഇയർ നടന്ന എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുള്ള മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പൊ റീസണിങ് വരുമ്പോഴത്തേക്ക് അവിടുത്തെ വെയിറ്റേജ് എന്ന് പറയുന്നത് 30 മാർക്കാണ് കേട്ടോ. 30 മാർക്കാണ് അവിടെ വെയിറ്റേജ് വരുന്നത്. ഓക്കെ, അപ്പം ഇതില് കൂടുതലും അവര് ചോദിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്, സീറ്റിംഗ് ആൻഡ് പസിലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നതെന്ന് പറയുന്നത് സീറ്റിംഗ് പ്ലസ് പസിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അറൗണ്ട് ഒരു 20 ക്വസ്റ്റ്യൻസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പോൾ 20 എന്നുള്ളത് 25 ക്വസ്റ്റ്യൻ വരെ പോയേക്കാം. ബാക്കിയുള്ള ഒരു 5ഓ 10ഓ ക്വസ്റ്റ്യൻസ് മാത്രമാണ് മിസ്ലേനിയസ് ആയിട്ട് ബാക്കിയുള്ള ടോപ്പിക് വൈസ് ചോദിക്കാറുള്ളത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 2 സെക്ഷൻ ആണ് നമ്മുടെ സീറ്റിംഗ് ആൻഡ് പസിൽ എന്ന് പറയുന്നത്. സോ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നതും ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് ഇന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം ആദ്യത്തെ ഒരു പാർട്ട് എന്താണെന്ന് നോക്കാം. അപ്പൊ ഇത് രണ്ട് പാർട്ടായിട്ടായിരിക്കും എടുക്കുന്നത്. 30 ക്വസ്റ്റ്യൻസ് നമ്മൾ 15 വീതം 2 പാർട്ട് വീഡിയോ ആയിട്ടായിരിക്കും എടുക്കുന്നത് കേട്ടോ. സോ നമുക്ക് ആദ്യത്തെ 15 ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്താ പറഞ്ഞേക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത് അല്ലെ. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് 8 പേര് ഒരു സർക്കുലർ ടേബിളിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ്. 8 പേര് ഒരു സർക്കുലർ ടേബിളിൽ ഇരിക്കുവാണ്. പക്ഷെ എന്താ, സെയിം ഓർഡറിലല്ല. അതായത് ABCD PQRS എന്നുള്ള ഓർഡറിലല്ല അവരിയ്ക്കുന്നത്. അവര് തന്നേക്കുന്ന കണ്ടീഷൻസ് പ്രകാരം അറേഞ്ച് ചെയ്യാന്നുള്ളതാണ്. സോ ആദ്യം തന്നെ പറയുന്നുണ്ട് 4 പേര് ഫേസിങ് ഇൻസൈഡും 4 പേര് ഫേസിങ് ഔട്ട്സൈഡും ആണ്. സോ നമുക്ക് കൂടുതലും വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ 8 പേരുണ്ടെങ്കിൽ 8 പേരും അകത്തോട്ട് തന്നെ ഫേസ് ചെയ്യണം നിർബന്ധമില്ല, അല്ലെങ്കിൽ 8 പേരും പുറത്തോട്ട് തന്നെ ഫേസ് ചെയ്യണം നിർബന്ധമില്ല. അപ്പൊ ഇവിടെ ചിലപ്പം 4 പേരെന്ന് ക്വസ്റ്റ്യനിൽ ആദ്യം പറയണമെന്നുമില്ല. എത്ര പേര് ഔട്ട്സൈഡ് എന്നും ഇൻസൈഡ് എന്നും പറയാത്ത കേസുകൾ വരെ ക്വസ്റ്റ്യനിൽ ചോദിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഡയറക്റ്റ് പറയുന്നുണ്ട് 4 പേര് ഇൻസൈഡും 4 പേര് ഫേസിങ് ഔട്ട്സൈഡ് ദ സെന്ററും ആണ്. 4 പേര് അകത്തോട്ടും 4 പേര് പുറത്തോട്ടും. സോ നമുക്ക് ആദ്യം ഒരു സർക്കിൾ ഒന്ന് റെപ്രസെന്റ് ചെയ്തിടാം. ഓക്കെ, നമുക്ക് ആദ്യം ഒരു സർക്കിൾ ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എത്ര പേരുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്? 8 പേര്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ 8 പേരുടെ പൊസിഷൻ അങ്ങ് മാർക്ക് ചെയ്തിടുക. സർക്കിളിൽ 8 പേരുടെ പൊസിഷൻ അങ്ങ് ഓൾറെഡി മാർക്ക് ചെയ്തിടുക. എന്നിട്ട് നമുക്ക് തന്നേക്കുന്ന പോയിന്റ് വൈസ് അവരെ എങ്ങനെ അറേഞ്ച് ചെയ്യാം നോക്കുക. Both the immediate neighbors of A faces away from the center. എന്താ പറഞ്ഞേക്കുന്നത്? എക്ക് 2 നെയ്ബേഴ്സ് ഉണ്ട്. ഒരു സർക്കിൾ ആകുമ്പം ഏത് പേഴ്സൺ എടുത്താലും അവർക്ക് 2 നെയ്ബേഴ്സ് വരും. ഓക്കെ, അപ്പൊ എക്ക് 2 നെയ്ബേഴ്സ് എങ്ങോട്ട് നോക്കിയിരിക്കുന്നേ? പുറത്തോട്ട് ഫേസ് ചെയ്തായിരിക്കുന്നത്. എയുടെ 2 നെയ്ബേഴ്സും പുറത്തോട്ടാണ് ഫേസ് ചെയ്യുന്നത്. Q faces towards the center and sits to the immediate left of B. അപ്പൊ Q എന്ന് പറയുന്ന വ്യക്തി അകത്തോട്ടാണ് ഫേസ് ചെയ്യുന്നത് and sits to the immediate left of B. ബിയുടെ തൊട്ട് ലെഫ്റ്റ്, തൊട്ടടുത്ത ലെഫ്റ്റിൽ ആരുണ്ട്? Q ഉണ്ട്. അപ്പൊ ബി ഏത് ഡയറക്ഷൻ ആണെന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് ബിയുടെ ലെഫ്റ്റും റൈറ്റും അറിയത്തുള്ളൂ അല്ലെ. ബി അകത്തോട്ട് ഫേസ് ചെയ്താൽ ബിയുടെ ലെഫ്റ്റ് ഒരിടത്തോട്ടായിരിക്കും, അല്ലെങ്കിൽ ബി പുറത്തോട്ട് ഫേസ് ചെയ്താൽ ബിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഏതാണെന്ന് നമ്മൾ അറിയണം. സോ ബി ഏത് ഡയറക്ഷൻ ആണോ, അല്ലെങ്കിൽ ബി ഏതാണോ ബിയുടെ തൊട്ട് ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലായിട്ട് ക്യൂ ഉണ്ടെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഞാൻ ഇപ്പൊ ഇതിൽ ആരെയും ഫിക്സ് ചെയ്തിട്ടില്ല. നമുക്ക് ആരെങ്കിലും ഫിക്സ് ചെയ്യാൻ ഡയറക്റ്റ് ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇപ്പൊ ഇവിടെ എനിക്ക് വേണമെങ്കിൽ എന്താണ് എ കൊടുക്കാം. എ കൊടുത്താൽ എയുടെ അപ്പുറം ഇപ്പുറവും ഇരിക്കുന്ന ആൾക്കാർ ഫേസിങ് പുറത്തോട്ടൊന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ക്യൂ കൊടുക്കാം. അതനുസരിച്ചിട്ട് ബി എവിടെ വരും എന്നുള്ളത് നമ്മൾ നോക്കണം. സോ അതിന് വേണ്ടിയിട്ട് അടുത്തൊരു പോയിന്റ് ഉണ്ട്. എയും ബിയും ഫേസസ് ടുവേർഡ്സ് ദ സെന്റർ ആണ്. എയും ബിയും എങ്ങോട്ട് നോക്കിയിരിക്കുക? സെന്ററിലോട്ട് നോക്കിയിരിക്കുവാണ്. എയും ബിയും ഫേസസ് ടുവേർഡ്സ് സെന്റർ ആണ് ആൻഡ് സിറ്റ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. എന്താ സിറ്റ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ എന്ന് വെച്ചാൽ അവര് ഫേസ് ടു ഫേസ് ആണ്, മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. സോ 2 പേര് ഫേസസ് സെന്റർ ആണ്. അപ്പൊ അതെനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, 2 പേരും എന്താണ്? മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. സോ
എ ഫേസ് സെന്റർ ആണ്. എ ഫേസ് ചെയ്ത ബി ഓപ്പോസിറ്റിലുണ്ട് ആൻഡ് ബി ഈസ് ഫേസിങ് ഇൻസൈഡ്. അതാണ് ആ പോയിന്റിന്റെ അർത്ഥം. എയും ബിയും സെന്ററിലോട്ട് ഫേസ് ചെയ്യുന്നു, രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ്. അതായത് എക്സാക്ട്ലി ഓപ്പോസിറ്റ്, ഫേസ് ടു ഫേസ് ആയിട്ടാണ് അവരിയ്ക്കുന്നത്. സോ ബി ഫിക്സ് ചെയ്താൽ അതുവഴി എനിക്ക് ആരെ ഫിക്സ് ചെയ്യാം? ക്യൂവിനെ ഫിക്സ് ചെയ്യാം. അവിടെ എന്തായിരുന്നു പോയിന്റ് പറഞ്ഞേക്കുന്നത്? ക്യൂ സെന്ററിലോട്ടാണ്, ബിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ്. സോ ബി ഫേസിങ് സെന്റർ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ബി, ബിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ദേ ഈ ഒരു പൊസിഷൻ. ഓക്കെ, സോ അവിടെ എനിക്ക് ആരെ കൊടുക്കാം? ക്യൂവിനെ കൊടുക്കാം. ആൻഡ് ക്യൂ ഫേസസ് ദ സെന്റർ. ഓക്കെ ആണോ? സോ ബി അകത്തോട്ടാണ് ഫേസ് ചെയ്യുന്നത്. ബിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ക്യൂ ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ ബി റെപ്രസെന്റ് ചെയ്താൽ ഇവിടെ എനിക്ക് ക്യൂവിനെ കൊടുക്കാം. ഞാൻ എയും ബിയും ആദ്യം ഈ ഓർഡറിൽ എഴുതി, അവിടെ തന്നെ എഴുതണം എന്നൊരു നിർബന്ധവും ഇല്ല. എ വേണമെങ്കിൽ എനിക്ക് ഇവിടെ കൊടുക്കാം, എയുടെ ഓപ്പോസിറ്റ് ബിയെ കൊടുക്കുക. അതിനനുസരിച്ചിട്ട് ബി എവിടെ കൊടുക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് ക്യൂവിനെ കൊടുക്കുക. സോ നമുക്കൊരു സർക്കിൾ ആകുമ്പോഴത്തേക്ക് ഏത് പൊസിഷനിൽ, കാരണം അവർ റൊട്ടേറ്റ് ചെയ്താ വരുന്നത്, സോ ഏത് പോയിന്റിൽ വേണമെങ്കിലും നമുക്ക് ആളിനെ കൊടുക്കാം. പക്ഷെ അവരെ ഡിപ്പെൻഡ് ചെയ്ത് വേണം ബാക്കിയുള്ളവരെ അറേഞ്ച് ചെയ്ത് സർക്കിളിൽ ഇരുത്താൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സോ ഞാൻ ക്യൂവിനെയും കൊടുത്തു. ഇനി എന്താ പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം. എക്ക് 2 നെയ്ബേഴ്സ് ഉണ്ട്. 2 നെയ്ബേഴ്സും പുറത്തോട്ട് ഫേസ് ചെയ്യണം, ഫേസിങ് ഔട്ട്സൈഡ് ആണ്. പിന്നെ എന്താണുള്ളത്? 3 people sit between Q and R. ക്യൂവിന്റെ ആറിന്റെ ഇടയിൽ 3 പേര് വരണം. സോ വിത്ത് റെസ്പെക്ട് ടു ക്യൂ, ക്യൂ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ആറിനെ എവിടെ കൊടുക്കാം? ഫേസ് ടു ഫേസ്. 8 പേരിരിക്കുന്ന സർക്കിൾ ഇടയ്ക്ക് 3 പേര് വരണം എന്ന് പറഞ്ഞാല് ക്യൂവിന്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോക്കിയാലും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോക്കിയാലും ഇൻ ബിറ്റ്വീൻ ക്യൂ ആൻഡ് 3 പേര് തന്നെ ആയിരിക്കും. അവർ ഫേസ് ടു ഫേസ് ആയിരിക്കും. ഓക്കെ, ദെൻ സി ആൻഡ് ബി ആർ നെയ്ബേഴ്സ് ഓഫ് ഡി. അപ്പൊ ഡിയുടെ 2 നെയ്ബേഴ്സ് ആണ് ആരൊക്കെ? സിയും ബിയും. അതായത് ഡി എന്ന് പറയുന്ന ആള് സിയുടെയും ബിയുടെയും അടുത്ത് വരണം. അപ്പൊ 2ൽ ആരെങ്കിലും ഞാൻ ഫിക്സ് ചെയ്തോ? ബി ഇതിലുണ്ട്. ഓക്കെ, അപ്പം ബിയുടെ അല്ലെങ്കിൽ ബിയുടെ നെയ്ബർ ആയിട്ട് ഡി വരണം, ഡിയുടെ നെയ്ബർ ആയിട്ട് സി വരണം. അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നത് സിയുടെയും ബിയുടെയും നെയ്ബർ ആയിട്ട് വരണം. സോ ബിയുടെ 1 ഓഫ് ദി നെയ്ബേഴ്സ് ആയിട്ട് ഓൾറെഡി ക്യൂ ഇല്ലേ? ആണല്ലോ. അപ്പൊ അടുത്ത നെയ്ബർ ആയിട്ട് എനിക്ക് ആരെ കൊടുക്കാം? ഡിയെ കൊടുക്കാം. ഡിയെ ഇവിടെ ഞാൻ കൊടുത്താൽ ഇവിടെ എനിക്ക് ആരെ കൊടുക്കാം? സിയെ കൊടുക്കാം. ആ 3 പേരെ ഫിക്സ് വേണമെങ്കിൽ 3 അടുത്തടുത്ത പൊസിഷനിൽ എനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബിയുടെ ഈ 2 പ്ലേസസ് വേക്കന്റ് ആയിരുന്നു. വിത്ത് റെസ്പെക്ട് ടു ബി ഈ 2 പ്ലേസസ് വേക്കന്റ് ആണ്. ബിയുടെ നെയ്ബർ ആയിട്ട് ഡി വരണം, ഡി സിയുടെ നെയ്ബർ ആയിട്ട് വരണമെങ്കിൽ എനിക്ക് ഈ 2 പൊസിഷനിൽ അവരെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെന്താ പറഞ്ഞേക്കുന്നത്? സി ആൻഡ് ബി ആർ നെയ്ബേഴ്സ് ഓഫ് ഡി ഹൂ ഫേസസ് അവേ ഫ്രം ദി സെന്റർ. ആ ഹൂ റെപ്രസെന്റ് ചെയ്യുന്ന ആരെയാ? ഹൂവിന് തൊട്ട് മുന്നേ കിടക്കുന്ന പേഴ്സൺ. എപ്പോഴും ഹൂ റെപ്രസെന്റ് ചെയ്യുന്നത് ഹൂവിന് തൊട്ട് മുന്നേ കിടക്കുന്ന ആളിനെ പറ്റിയിട്ടായിരിക്കും. സോ ഡി എന്ന് പറയുന്ന ആള് ഫേസസ് അവേ ഫ്രം ദി സെന്റർ ആണ്, പുറത്തോട്ടാണ് ഡി ഫേസ് ചെയ്യുന്നത്. ഓക്കെ, സി ഫേസസ് അവേ ഫ്രം ദി സെന്റർ. സിയും പുറത്തോട്ടാണ് ഫേസ് ചെയ്യുന്നത്, ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ആൻഡ് എസ് ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എ. ഇനി 2 വേക്കൻസി ഉള്ളൂ. ആ 2 വേക്കൻസിയിൽ എസ് എന്തായിട്ട് വരാൻ പാടില്ല? എയുടെ നെയ്ബർ ആയിട്ട് വരാൻ പാടില്ലെങ്കിൽ എയുടെ ഒരു നെയ്ബർ, ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, അവിടെ ആര് വരത്തില്ല? എസ് വരത്തില്ലെങ്കിൽ എസ് ഇവിടെ വരും. പോയിട്ട് ബാക്കിയുള്ള ആൾ ആരാണോ അയാൾ ഇവിടെ വരും. അത് പി അല്ലേ? ഓക്കെ ആണോ? ഇതാണ് ആൻസർ വരുന്നത്. അപ്പൊ ഇവിടെ എസിന്റെ ഡയറക്ഷൻ കിട്ടിയിട്ടില്ല. എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ഒരു പോയിന്റ് ഉണ്ട്, 4 പേരാണ് ഫേസിങ് ഇൻസൈഡ് ആൻഡ് 4 പേര് ഫേസിങ് ഔട്ട്സൈഡ് ആണ്. 4 പേര് അകത്തോട്ടും 4 പേര് പുറത്തോട്ടും ആണ്. സോ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുവാണെങ്കിൽ ഡി പുറത്തോട്ടെന്ന് കിട്ടി, സി പുറത്തോട്ട്, ആറ് പുറത്തോട്ട്, പി പുറത്തോട്ട്. 4 പേര് ഓൾറെഡി പുറത്തോട്ട് ഫേസ് ചെയ്യുന്നവരായി കഴിഞ്ഞു. 3 പേര് അകത്തോട്ട് ഫേസ് ചെയ്യുന്നവരെയും കിട്ടി. അങ്ങനെയാണെങ്കിൽ പോയിട്ട് എസ് എങ്ങോട്ടേ ഫേസ് ചെയ്യാൻ ഇനി ഓപ്ഷൻ ഉള്ളൂ? ഫേസിങ് ഇൻസൈഡ്. സോ ഇതാണ് ആൻസർ. ഓക്കെ, ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? ഹു among the following person sits immediate right of R? ആറിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ഇരിക്കുന്ന വ്യക്തി ആരാണ്? സോ ആർ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, ഇത്. ഓക്കെ, ആർ എന്ന് പറയുന്ന ആള് ഫേസിങ് ഔട്ട്സൈഡ്, പുറത്തോട്ടാ ഫേസ് ചെയ്യുന്നത്. സോ പുറത്തോട്ട് ഫേസ് ചെയ്യുന്ന ആളുടെ ലെഫ്റ്റും റൈറ്റിനെ പറ്റിയിട്ടും കറക്റ്റ് ആയിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അത് കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ ആ ഒരു ഡയറക്ഷനിലോട്ട് ഫേസ് ചെയ്ത് നിന്നാൽ നമ്മളൊന്ന് അസ്യൂം ചെയ്യാം, എന്റെ ലെഫ്റ്റ് എങ്ങോട്ടായിരിക്കും, എന്റെ റൈറ്റ് എങ്ങോട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഞാനാണ് ആറ്,
ഞാൻ ഇങ്ങോട്ട് പുറത്തോട്ട് ഫേസ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ എൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ഏതായിരിക്കും? ഇതാണ് എൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ്. ഇതായിരിക്കും എൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്. ഓക്കെ, ഫേസിങ് ഇൻസൈഡ് ആകുമ്പോൾ ലെഫ്റ്റും റൈറ്റും നേരെ തിരിയും. സോ ഇവിടെ ചോദിച്ചേക്കുന്നത് ആറിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ഇരിക്കുന്ന ആൾ ആരാണ്? ആൻസർ എന്ത് വരും? സി. ഏതെങ്കിലും ഓപ്ഷനിൽ സി എന്നൊരു പേഴ്സൺ കാണും. സി ആണ് ആൻസർ. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ഇതേപോലെ ഒരു സീറ്റിംഗ് ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ വന്നാൽ അവിടെ വെയിറ്റേജ് എന്ന് പറയുന്നത് 5 മാർക്സ് ആണ് കേട്ടോ. 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 5 മാർക്കിനാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, 5 സബ് ക്വസ്റ്റ്യൻ ആണ് ഈ സെയിം ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ അടുത്ത ഒരു ഇതില് നമുക്ക് കിട്ടിയ ആൻസർ ഓൾറെഡി അങ്ങ് വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് സബ് ക്വസ്റ്റ്യൻ പറയണമെന്നുണ്ടെങ്കിൽ ഓരോ സ്ലൈഡിലും നമുക്ക് ആൻസർ ഉണ്ടെങ്കിൽ അത് നോക്കി പറഞ്ഞാൽ മതിയല്ലോ. സോ എന്താ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഹൂ ഓഫ് ദി ഫോളോയിങ് പേഴ്സൺ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ബി ആൻഡ് എസ് വെൻ കൗണ്ടഡ് ഫ്രം ദി ലെഫ്റ്റ് ഓഫ് ബി? ബിയുടെയും എസിന്റെയും ഇടയിൽ ഇരിക്കുന്ന ആൾ ആരെന്നാണ് ചോദിച്ചേക്കുന്നത്. എപ്പോ? വെൻ കൗണ്ടഡ് ഫ്രം ദി ലെഫ്റ്റ് ഓഫ് ബി. ബിയുടെ ലെഫ്റ്റിന്ന് നോക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് എസ് ആരാണ് ഇരിക്കുന്നത്? ബി അകത്തോട്ടാണ് ഫേസ് ചെയ്യുന്നത്. ബി അകത്തോട്ട് ഫേസ് ചെയ്യുന്ന ഒരാളാണ്. സോ ബിയുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. അപ്പൊ ബിയുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് അകത്തോട്ട് ഫേസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇതാണ് ബി, ഇതാണ് എസ്, അവരുടെ ഇടയിൽ ഇരിക്കുന്ന ആള് ക്യൂ. സോ ഏതെങ്കിലും ഓപ്ഷനിൽ ക്യൂ കാണും, സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഇസ് ദ പൊസിഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഡി? അവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ബിയുടെ പൊസിഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ബിയുടെ പൊസിഷൻ ആരെ വെച്ച് നോക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഡി. ഡിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബി എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ബി എവിടെയാണ് വിത്ത് റെസ്പെക്ട് ടു ഡി ഇരിക്കുന്നത്? സോ ഡി ഫേസിങ് ഔട്ട്സൈഡ് അല്ലേ? അല്ലെ, ഡി പുറത്തോട്ട് ഫേസ് ചെയ്യുന്ന ഒരാളാ. അപ്പൊ ഡി പുറത്തോട്ട് ഫേസ് ചെയ്യുന്ന ഒരാളാണ്. വിത്ത് റെസ്പെക്ട് ടു ഡി, ഡിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് ആരിയിരിക്കുന്നത്? ബി ഇരിക്കുന്നത്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഡി, ബി ഇരിക്കുന്നത് ഡിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് കാണും, സെലക്ട് ചെയ്യാം. സോ ഡിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റും ആണ്. അതേപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു ഡി ഞാൻ നോക്കുവാണെങ്കിൽ ഡിയുടെ ഫസ്റ്റ് ലെഫ്റ്റ് ആണിത്. ഓക്കെ, ഫസ്റ്റ് ലെഫ്റ്റ്, സെക്കൻഡ് ലെഫ്റ്റ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത് ലെഫ്റ്റിലുമാണ് ആരിയിരിക്കുന്നത്? ഏതെങ്കിലും ഒന്നേ ഓപ്ഷനിൽ കാണത്തുള്ളൂ കേട്ടോ. ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് തന്നെയാണ് കാണാൻ സാധ്യത. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇൻ കേസ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ സെവൻത് ലെഫ്റ്റ് ഓഫ് ഡി എന്നൊരു ഓപ്ഷൻ കാണും. അതും ആൻസർ തന്നെയാണ്. നമുക്ക് ലെഫ്റ്റിന്റെയും റൈറ്റിന്റെയും ബേസിസിൽ ഒരാളുടെ പൊസിഷൻ പറയാലോ. സോ ഡിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലുമാണ്, ഡിയുടെ സെവൻത് ലെഫ്റ്റിലുമാണ് ബി ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സോ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ് അബൌട്ട് പി? പിയെ വെച്ച് നോക്കുമ്പം താഴെ പറയുന്ന 5 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്കൊന്ന് നോക്കാം. പി സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ആർ. ആറിന്റെ രണ്ടാമത്തെ ലെഫ്റ്റിലാണ് പി ഇരിക്കുന്നത്. ആർ ഫേസിങ് ഔട്ട്സൈഡ് അല്ലേ? സോ ആർ ഫേസിങ് ഔട്ട്സൈഡ് ആണെങ്കിൽ ആറിന്റെ രണ്ടാമത്തെ ലെഫ്റ്റ് ഇതല്ലേ? അവിടെ തന്നെ അല്ലേ പി ഇരിക്കുന്നത്? സോ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് അല്ലേ? ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കറക്റ്റ് കിട്ടി എന്ന് പറഞ്ഞ ഓപ്ഷനെ മാർക്ക് ചെയ്യരുത്. അതിന് മുന്നേ എല്ലാ ഓപ്ഷനും ഒന്ന് ഓടിച്ചു നോക്കുക. കാരണം താഴത്തെ ഒരു ഓപ്ഷൻ കണ്ടോ, ഓപ്ഷൻ ഇ, അവിടെ ഓൾ ആർ കറക്റ്റ് എന്നുണ്ട്. അതായത് എ എനിക്കിപ്പോ കറക്റ്റ് കിട്ടി, ബിയും സിയും ഡിയും കറക്റ്റ് ആണെങ്കിൽ എന്റെ ഓപ്ഷൻ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ ഇ, ഓൾ ആർ കറക്റ്റിലോട്ട് പോകും അല്ലെ. ഇനി ഓപ്ഷൻ ബി തെറ്റാണെങ്കിൽ എനിക്ക് പറയാം ഓപ്ഷൻ എ ആണ് ആൻസർ. എല്ലാം 4 ഓപ്ഷൻ ശരിയാണെങ്കിൽ ഓപ്ഷൻ ഇയിലോട്ട് ആൻസർ പോകും. രണ്ടാമത്തെ ബ്രേക്ക് ആയാലും ഓപ്ഷൻ എ തന്നെ ആയിരിക്കും ആൻസർ. കാരണം ഒന്നാമത്തെ ഓപ്ഷൻ എനിക്ക് ശരിയായിട്ട് അവിടെ കിട്ടി. സോ പി സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ആർ. ആറിന്റെ രണ്ടാമത്തെ റൈറ്റിലാണ് പി ഇരിക്കുന്നതെന്നാ പറഞ്ഞേക്കുന്നത്. അതെന്താ തെറ്റ്? എനിക്ക് ഓൾറെഡി ആറിന്റെ രണ്ടാമത്തെ ലെഫ്റ്റിലാണെന്ന് കിട്ടിയായിരുന്നു. ഓക്കെ,
സോ ഓപ്ഷൻ എ ആണ് എന്ത് ആൻസർ വരുന്നത്. ക്ലിയർ? നമുക്ക് അടുത്ത നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. Who among the following is adjacent to A? എയുടെ അഡ്ജസന്റ് ആയിട്ട് ആര് വരും? പി ഉണ്ട്, ആർ ഉണ്ട്. പിയും ആറും നെയ്ബേഴ്സ്. അഡ്ജസന്റ് എന്ന് വെച്ചാൽ അടുത്തിരിക്കുന്ന ആളാര്. സോ പിയും ആറും എന്താണ്? നെയ്ബേഴ്സ് ആണ്. അപ്പൊ ഓപ്ഷനിൽ ചിലപ്പം പി, എസ്, ക്യൂ, ബി, എ, ഡി ഇങ്ങനെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് മാർക്ക് ചെയ്യാം? പി. ചിലപ്പോ ഓപ്ഷനിൽ പി കാണത്തില്ല, പകരം ആറും ബാക്കിയുള്ള ആൾക്കാരും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് മാർക്ക് ചെയ്യാം? ആർ. ഇനി ചിലപ്പോ ഓപ്ഷനിൽ എന്ത് വരും? പിയും വരും, ആറും വരും. അപ്പൊ ഉറപ്പായിട്ടും അവിടെ ഒരു ഓപ്ഷൻ കാണും, ബോത്ത് പി ആൻഡ് ആർ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എന്തായിരിക്കും? ബോത്ത് പി ആൻഡ് ആർ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന് എങ്ങനെ ഓപ്ഷൻ വരുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം ആൻസർ മാർക്ക് ചെയ്യാൻ കേട്ടോ. ചിലപ്പോൾ ആ രണ്ട് നെയ്ബേഴ്സിൽ ഏതെങ്കിലും ഒരു നെയ്ബർ കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു നെയ്ബറിനെ ആൻസർ ചെയ്യാം. ഇനി രണ്ട് ഓപ്ഷനും ഉണ്ട്, രണ്ട് നെയ്ബേഴ്സും തന്നെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ബോത്ത് ആ രണ്ട് പേഴ്സൺ കാണും, അത് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇവിടെ ഒരു അടുത്ത ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. എത്ര പെയർ ഓഫ് ലെറ്റേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തില്? പ്രസൻസ് എന്ന് പറയുന്ന വാക്കില്. each of which have as many letters between them as they have in English alphabetical series both forward and backward direction. വേറൊന്നും ഇല്ല, ഈ ഒരു വാക്കിൽ എത്ര പെയർ ഓഫ് ലെറ്റേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫോർവേഡ് ഡയറക്ഷൻ നോക്കണം, ബാക്ക്വേർഡ് ഡയറക്ഷൻ നോക്കണം, അല്ലേ? അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ ഒരു ലെറ്റർ പൊസിഷൻ ബേസ് ചെയ്തിട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ലെറ്റേഴ്സ് ആൽഫബറ്റ് സീരീസിൽ ഏതൊക്കെ ലെറ്റർ ആണ് നമ്മുടെ ആ ഒരു 26 ലെറ്റേഴ്സിൽ ഓരോ ലെറ്റേഴ്സിന്റെ പൊസിഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നമുക്ക് കാണാതെ അറിയാമെങ്കിൽ അത്രയും നല്ലതാണ് ഒരു എക്സാമിന് ചെന്നിരിക്കുമ്പോഴത്തേക്ക്. സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് എത്ര പേരുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? ഓരോ ലെറ്റേഴ്സ് അനുസരിച്ചിട്ട് നമ്മൾ കൗണ്ട് ചെയ്ത് പോവാം. ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് പി ആണ്. വിത്ത് റെസ്പെക്ട് ടു പി, പിയുടെ അതേ പൊസിഷനിൽ അതിന്റെ ആൽഫബറ്റ് സീരീസ് വിത്ത് റെസ്പെക്ട് ടു പി അതേ പൊസിഷനിൽ തന്നെ ഏതെങ്കിലും ലെറ്റർ ഈ വാക്കിലുണ്ടോ നോക്കുക. അതേ പൊസിഷനിൽ വരുന്ന ഏതെങ്കിലും ലെറ്റർ ഈ വാക്കിലും ഉണ്ടെങ്കിൽ അവരെ എനിക്ക് എന്താക്കാം? പേരാക്കാം. അതായത് പി, ഫസ്റ്റ് ലെറ്റർ ഈസ് പി. പി കഴിഞ്ഞ് ആൽഫബറ്റ് സീരീസ് അനുസരിച്ചിട്ട് കൗണ്ട് ചെയ്ത് പോവാം. പി, ക്യു, ആർ, എസ്, ടി, യു, വി, ഡബ്ല്യു എന്നല്ലേ പോന്നെ. സോ ഞാൻ കൗണ്ട് ചെയ്ത് പോകുന്ന വഴിക്ക് പി അപേക്ഷിച്ച് നോക്കുമ്പം എസ് എവിടെയാണോ ആൽഫബറ്റ് സീരീസിൽ കിടക്കുന്നത് അതേ പൊസിഷനിൽ തന്നെയാണ് വിത്ത് റെസ്പെക്ട് ടു പി എസ് ഈ വാക്കിലും കിടക്കുന്നത്. സോ പി എസ് എന്ന് പറയുന്നത് ആ വാക്കില് ഒരു പെയർ ഓഫ് ലെറ്റർ ആണ്. ഓക്കെ ആണോ? പി എസ് എന്ന് പറയുന്നത് ആ വാക്കില് ഒരു പെയർ ഓഫ് ലെറ്റർ ആണ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ആർ എടുക്കുക. ആർ, എസ്, ടി, യു, വി, ഡബ്ല്യു, എക്സ്. ആറിന് എന്തില്ല? പേരില്ല. സോ ഇത് തന്നെ നമുക്ക് ഓരോ ലെറ്റേഴ്സ് നോക്കണം. ഇങ്ങനെ ഇ എന്ന് നോക്കുക, എസ് എന്ന് നോക്കുക, ഇ എന്ന് നോക്കുക, തിരിച്ച് ബാക്ക്വേർഡ് നോക്കുക. സോ മൊത്തത്തിൽ എത്ര കിട്ടി? കൗണ്ട് ആണ്, കൗണ്ട് നമ്പർ ആണ്, അല്ലെങ്കിൽ പെയർ നമ്പർ ആണ് നമ്മുടെ ആൻസർ. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പൊസിഷൻ ബേസ് ചെയ്തിട്ട് ചെയ്യാം. അതായത് പി ആ ഒരു നമ്മുടെ ആൽഫബറ്റ് ടേബിളിൽ 16ാമത്തെ ലെറ്റർ ആണ്. ആറിന്റെ പൊസിഷൻ 18, ദെൻ ഇ 5, എസ് 19, 5, 14, 3, 5. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇങ്ങനെയും കമ്പയർ ചെയ്യാം. 16 കഴിഞ്ഞ് ന്യൂമറിക്കൽ സീരീസ് വെച്ചിട്ടും വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. 16, 17, 18, 19. വിത്ത് റെസ്പെക്ട് ടു 16, 19 എവിടെയാണോ നമ്പർ സീരീസിൽ അതേ പൊസിഷനിൽ തന്നെ വിത്ത് റെസ്പെക്ട് ടു 16 ഈ വാക്കിലും 19 ഉണ്ട്. ഓക്കെ, അപ്പം എന്താ 16, 19 ഒരു പെയറാണ്. അതേപോലെ ചെക്ക് ചെയ്ത് നോക്കുക. 18ന് പെയറില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു. 5ന് പെയറുണ്ടോ? 5ന് പെയറില്ല. ദെൻ 19ന് പെയറില്ല. ദെൻ 5ന് പെയറില്ല. 14ന് പെയറില്ല. 3ക്കില്ല. ലാസ്റ്റ് 5, ലാസ്റ്റ് ലെറ്ററിന് പെയർ വരാൻ വേറെ ലെറ്റേഴ്സ് അങ്ങോട്ടില്ല. സോ ഫോർവേഡ് ഡയറക്ഷനിൽ ഒരു പെയറേ ഉള്ളൂ, ദാറ്റ് ഈസ് പി എസ്. ദെൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ വരുമ്പോഴോ? ബാക്ക്വേർഡ് ഡയറക്ഷൻ വരുമ്പോൾ പെയർ ഏതെങ്കിലും വരുന്നുണ്ടോ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, 5ന് നോക്കാം. 5ന് ഏതെങ്കിലും പെയർ ഉണ്ടോ? എങ്ങനെയാ നോക്കേണ്ടതെന്ന് വെച്ചാൽ 5 കഴിഞ്ഞ് 6, 7, 8, 9, 10, 11, 12 അല്ലെങ്കിൽ ഇ കഴിഞ്ഞ് എഫ്, ജി, എച്ച്,
IJKL ഇങ്ങനെ വേണം കൗണ്ട് ചെയ്യാൻ. സോ ഇക്ക് പേരില്ല. ഇനി ആ രീതിയിൽ കൗണ്ട് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു സി ഈ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ 3 5 ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ 14 പേരായിട്ട് ആര് വരും? 18 വരും. 15 16 17 18. ഓക്കെ ആണോ? സോ ഏതെങ്കിലും ഓപ്ഷനിൽ അപ്പൊ എനിക്ക് 3 പേര് കിട്ടി. ഫോർവേഡും ബാക്ക്വേർഡും കൂടെ നോക്കുമ്പോഴത്തേക്ക് PS ഒരു പേരാണ്, CE ഒരു പേരാണ്, NR ഒരു പേരാണ്. സോ ഏതെങ്കിലും ഓപ്ഷനിൽ ഈ പേർ നെയിം പറഞ്ഞിട്ടായിരിക്കത്തില്ല ഓപ്ഷൻ തരുന്നത്. പേർ നമ്പർ കാണും, 3 എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി ഓൺലി ഇൻ ഫോർവേഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ബാക്ക്വേർഡ് വരേണ്ട ആവശ്യമില്ല. ഫോർവേഡ് അവിടെ കൊണ്ട് കൗണ്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓൺലി ഇൻ ഫോർവേഡ് ചോദിച്ചാൽ ഈ കേസിൽ ആൻസർ എന്ന് പറയുന്നത് 1. ചിലപ്പോൾ ഓൺലി ഇൻ ബാക്ക്വേർഡ് എന്ന് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ആൻസർ 2. ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ ഫോർവേഡ് പ്ലസ് ബാക്ക്വേർഡ് കൗണ്ട് എടുത്താൽ മതിയാവും കേട്ടോ. ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന പേരായിരിക്കും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതെ ഇവിടെ നോക്കിയാ അടുത്ത ഒരു ബസ്സിലാണ് എടുത്തേക്കുന്നത്. 10 പേര് ഡിഫറെന്റ് ഫ്ലോറിൽ താമസിക്കുവാണ്. ഗ്രൗണ്ട് ഫ്ലോർ 1, ടോപ്പില് 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അതെ കാണുമ്പോൾ ഒരു 4 വരിയേ ഉള്ളൂ, 4 വരി ക്വസ്റ്റ്യനേ ഉള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം 4 വരിയിൽ എത്ര പോസിബിലിറ്റീസ് വരും എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതുവാണ്. ആദ്യം ഞാൻ ചെയ്യുന്നത് ആ 10 ഫ്ലോർ ഒന്ന് നോട്ട് ചെയ്യുവാണ്. 10 ഫ്ലോർ ഒന്ന് ഞാൻ വരച്ചിട്ടു. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ കണ്ടീഷൻ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരയ്ക്കണം എന്നില്ല, നമ്പേഴ്സ് ഇങ്ങനെ ഫ്ലോർ അടുത്തടുത്തടുത്ത് എഴുതിയോണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. സോ 10 ഫ്ലോർ ഉണ്ട്, 10 പേര് താമസിക്കുവാണ്. അപ്പൊ നമുക്ക് നോക്കാം ഒറ്റ പോസിബിലിറ്റി ഉള്ളോ അതോ പല പല പോസിബിലിറ്റീസിലാണോ കിട്ടുന്നതെന്ന് നോക്കാം. എന്നിന്റെയും ഓയുടെയും ഇടയിൽ 4 പേരുണ്ട്. എനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല കറക്റ്റ്, ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡിൽ മാർക്ക് ചെയ്യും. നമുക്ക് നോക്കാം. എന്നിന്റെ ഓയുടെയും ഇടയിൽ 4 പേരുണ്ട്. O who lives immediate below P. O പിയുടെ തൊട്ട് താഴെയുള്ള ഫ്ലോറിലാണ് താമസിക്കുന്നത്. Then N എന്ന് പറയുന്നയാള് ഈവൻ നമ്പേർഡ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. പക്ഷെ എന്തല്ല, ബട്ട് നോട്ട് ഓൺ ടോപ്പ് ഫ്ലോർ. N ഇവിടെ വരാൻ പാടില്ല. അപ്പൊ എന്നിന്റെ ഒരു സാധ്യത നമ്മൾ കളഞ്ഞു. എന്നിന്റെ ഓയുടെയും ഇടയിൽ 4 പേര് വരണം. N ഒരു ഈവൻ നമ്പേർഡ് ഫ്ലോറിലാവണം. എന്നാൽ N 10ൽ വരാൻ പാടില്ല. അപ്പൊ എന്നിന്റെ പോസിബിലിറ്റീസ് 8ൽ വരാം, 6ൽ വരാം, 4ൽ വരാം, 2ൽ വരാം. ഒരു പോസിബിലിറ്റി നമ്മൾ കട്ട് ചെയ്തു. Q എവിടെയാണ് താമസിക്കുന്നത്? 3 ഫ്ലോർസ് ബിലോ P. പിയുടെ തൊട്ട് താഴത്തെ ഫ്ലോറിൽ ആര് താമസിക്കുന്നുണ്ട്? O. പിയുടെ 3 ഫ്ലോർ താഴെ ആര് താമസിക്കണം? Q. സോ 3 ഫ്ലോർ താഴെ, പിയുടെ 3 ഫ്ലോർ താഴെ, പിയുടെ തൊട്ട് താഴെ ഒരു ഫ്ലോർ താഴെ O ഉണ്ട്, 2 ഫ്ലോർ താഴെ ഇവിടെ ഒരാളുണ്ട്, 3 ഫ്ലോർ താഴെ എന്ന് പറയുമ്പോൾ ദേ ഇവിടെ Q. ഞാൻ അത് ഫ്ലോറിൽ ഇങ്ങോട്ട് ഫിക്സ് ചെയ്തില്ല, ഞാൻ സൈഡിലൊന്ന് മാർക്ക് ചെയ്തിട്ടു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റ്സ് എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. സോ പിയുടെ 3 ഫ്ലോർ താഴെ എന്ന് വെച്ചാൽ 2 കഴിഞ്ഞ് മൂന്നാമത്തെ താഴെ Q ഉണ്ട്. നമ്പർ ഓഫ് പേഴ്സൺസ് ലീവ് എബോവ് R. ആറിന് മുകളിലോട്ട് താമസിക്കുന്നവരുടെ എണ്ണം ഈ സെയിം ആസ് നമ്പർ ഓഫ് പേഴ്സൺസ് ബിലോ S. ഓക്കെ, ഇത് തമ്മിൽ ഈക്വല. ആറിന്റെ മുകളിലോട്ടുള്ള ഫ്ലോറിന്റെ എണ്ണം തന്നെയാണ് എസിന്റെ താഴോട്ടുള്ള ഫ്ലോറുകളുടെ എണ്ണം. പക്ഷെ എന്താ, ബട്ട് ദേ ഡു നോട്ട് ലീവ് അഡ്ജസന്റ് ടു ഈച്ച് അതർ. പക്ഷെ രണ്ടുപേരും അടുത്തടുത്ത് വരാൻ പാടില്ല. ആറും എസും അടുത്തടുത്ത് വരാൻ പാടില്ല. ദേ ആർ നോട്ട് നെയ്ബേഴ്സ്. T leaves adjacent to S. ടിയും എസും അടുപ്പിച്ചുള്ള ഫ്ലോറുകളിലാണ് വരുന്നത്. ഓക്കെ, യു എന്ന് പറയുന്ന ആള് ഓഡ് നമ്പർ ഫ്ലോറിലാണ് വരുന്നത്. സോ യു ലീവ്സ് ആൻ ഓഡ് നമ്പർ. പക്ഷെ എന്താ, ബട്ട് എബോവ് ബി, ബിയുടെ മുകളിലാവണം യു. ഓക്കെ, യു ഒരു ഓഡ് നമ്പർ ഫ്ലോറിലാണ് താമസിക്കുന്നത്. പക്ഷെ ബിയുടെ മുകളിൽ, ബിയുടെ തൊട്ട് മുകളിലാകണം നിർബന്ധമില്ല, ബിയുടെ മുകളിലോട്ട് എവിടെയോ. ഓക്കെ, തൊട്ട് മുകളിലും ആവാം അല്ലെങ്കിൽ മുകളിലോട്ട് എവിടെ വേണോ ആവാം. ബട്ട് ആൻഡ് ബിലോ എം. അപ്പൊ യുവിനെ എന്താണ് പറയുന്ന ഒരു പോയിന്റ് അവിടെ പറഞ്ഞേക്കുന്നത്, യു ഒരു ഓഡ് നമ്പർ ഫ്ലോറിലായിരിക്കണം,
വിയുടെ മുകളിലോട്ടുള്ള ഒരു ഓഡ് നമ്പർ, എന്നാൽ എമ്മിന്റെ താഴോട്ടുള്ളൊരു ഓഡ് നമ്പറിലായിരിക്കണം യു താമസിക്കുന്നത്. സോ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇതെങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യാൻ നോക്കണം. കുറച്ചധികം പോയിന്റ്സ് ഉണ്ടല്ലേ. n 10 വരില്ല. എന്നിന്റെയും ഒയുടെയും ഇടയിൽ 4 പേര് വരണം. n ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. ഒയുടെ തൊട്ട് മുകളിൽ പി എ കൊടുക്കണം. പിയുടെ 3 ഫ്ലോർ താഴെ ക്യൂവിനെ കൊടുക്കണം. അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് എന്നിനെ വെച്ച് തന്നെ ഒന്ന് തുടങ്ങി നോക്കാം അല്ലെ. n വേണമെങ്കിൽ 8 വന്നൂടെ? ഒരു പോസിബിലിറ്റി അല്ലേ. n 8 വരാം. n 8 വന്നാൽ ഇൻ ബിറ്റ്വീൻ n ആൻഡ് 4 പേരെന്ന് പറയുന്ന കേസിൽ o എനിക്ക് 3 കൊടുക്കാം അല്ലേ. 3 കൊടുക്കാം. ദേ നോക്കിയേ, 1 2 3 4. ഓയുടെ തൊട്ട് മുകളിൽ പി എ കൊടുക്കാം. പിയുടെ 3 ഫ്ലോർ താഴെ ക്യൂ എന്ന് പറയുമ്പോൾ ക്യൂ ഫസ്റ്റ് ഫ്ലോർ. അപ്പൊ ഒറ്റയടിക്ക് നമ്മൾ 4 പേരെ ഫസ്റ്റ് പോസിബിലിറ്റിയിൽ ഫിക്സ് ചെയ്തു. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്നിനെ എനിക്ക് 6 കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ടോ? എന്നിനെ എനിക്ക് 6 കൊടുക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതുവാണേ. n 6 കൊടുത്താലുള്ള പ്രശ്നം എന്താ? എന്നിന്റെയും ഒയുടെയും ഇടയിൽ 4 ഫ്ലോർ വരണം. 4 പേര് താമസിക്കുന്നുണ്ട്. എന്നിന്റെ മുകളിലോട്ട് ആകെ 4 ഫ്ലോറേ ഉള്ളൂ. അപ്പൊ എന്നിന്റെ മുകളിലോട്ട് എനിക്ക് ഓ ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇനി എന്നിന്റെ താഴോട്ട് എനിക്ക് ഓ ഫിക്സ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. നോക്കി, 1 2 3 4. ഓ എനിക്ക് താഴെ കൊടുക്കാം. ഏറ്റവും താഴെ ഓ വരും. ഓയുടെ തൊട്ട് മുകളിൽ പി വരും. പിയുടെ 3 ഫ്ലോർ താഴെ ക്യൂവിനെ കൊടുക്കണം എന്ന് പറയുന്ന പോയിന്റിൽ പിയുടെ മൂന്നാമത് താഴോട്ട് ഒരു ഫ്ലോർ ഉണ്ടോ ക്യൂവിനെ കൊടുക്കാൻ? ഉണ്ടോ? ഇല്ല. മനസ്സിലായോ? എന്നിനെ എനിക്ക് 6 കൊടുത്താൽ ഓയെ എനിക്ക് 1 കൊടുക്കേണ്ടി വരും. വേറെ ഓപ്ഷൻ ഇല്ല. ഓ 1 കൊടുത്താൽ പി 2 പോകും. പി 2 പോയാൽ ക്യൂവിനെ കൊടുക്കാൻ പറ്റത്തില്ല. സോ അതിന്റെ അർത്ഥം എന്താ? എന്നിനെ എനിക്ക് 6ാമത്തെ ഫ്ലോറിൽ ഇരുത്താൻ പറ്റത്തില്ല. ഓക്കെ, എന്നിന്റെ മുകളിലോട്ട് ഓയെ കൊടുക്കാൻ ഒരു ഫ്ലോർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പി എ കൊടുക്കാൻ ഒരു ഫ്ലോർ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ. അപ്പൊ 6ൽ n ഇരുത്തില്ല. ഇനി 4ൽ എന്നിന് വരാൻ ഒരു പോസിബിലിറ്റി ഇല്ലേ? n ഇവിടെ വന്നാൽ എന്നിന്റെ താഴോട്ട് എനിക്ക് ഓ കൊടുക്കാൻ പറ്റത്തില്ല. മുകളിലോട്ട് കൊടുത്താൽ 1 2 3 4 ഓ. ഇവിടെ പി എ കൊടുക്കാനും പറ്റും. ടോപ്പിൽ പി വന്നു. പി അവിടെ വന്നാൽ പിയുടെ 3 ഫ്ലോർ താഴെ എന്ന് പറയുമ്പോ ക്യൂ 7 വരും. ഓക്കെ, n 2ൽ കൊടുത്തൂടെ? n 2ൽ കൊടുക്കാനും ഒരു സാധ്യതയില്ലേ? 2ൽ കൊടുത്താൽ 1 2 3 4 ഓ. ഓയുടെ തൊട്ട് മുകളിൽ പി. പിയുടെ 3 ഫ്ലോർ താഴെ ക്യൂ എന്ന് പറയുമ്പോൾ ക്യൂ ഇവിടെ വരും. 3 പോസിബിലിറ്റി. ഞാൻ ആ റൈറ്റ് സൈഡിൽ എഴുതിയിട്ട പോയിന്റ് ഇവിടെ കൊണ്ട് ഫിക്സ് ചെയ്തു. ഇനി ഇത് നോക്കണ്ട കേട്ടോ. ഇവിടുത്തെ സാധനങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവന്ന 3 പോസിബിലിറ്റീസ് ആക്കി അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് ഇതും നമ്മൾ എടുത്തു. ലെഫ്റ്റ് സൈഡ് ഞാൻ ഒരു 3-4 പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. 6 എസും നെയ്ബേഴ്സ് അല്ല. 6ന്റെ മുകളിലോട്ടും എസിന്റെ താഴോട്ടും ഈക്വൽ നമ്പർ ഓഫ് ഫ്ലോറുകളാണുള്ളത്. എസും ടിയും നെയ്ബേഴ്സ് ആണ്. യു ഒരു ഓഡ് നമ്പർ, പക്ഷെ വിയുടെ മുകളിലോട്ട് എമ്മിന്റെ താഴോട്ട്. ഇത്രയും പോയിന്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇതെങ്ങനെ ഈ 3 പോസിബിലിറ്റീസ് കൊണ്ടുവരാൻ പറ്റും? അപ്പൊ ഈ 3 പോസിബിലിറ്റീസ് കൊണ്ടുവരുമ്പം നമുക്കൊന്ന് നോക്കാം എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ 6നെ എസിനെ നമുക്കൊന്ന് എടുത്തു നോക്കാം അല്ലെ. 6നെ എസിനെ നമുക്കൊന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കാം. 6ന്റെ മുകളിലോട്ടും എസിന്റെ താഴോട്ടും ഈക്വൽ നമ്പർ ഓഫ് ആൾക്കാര്. അപ്പൊ ദേ 10ലും 1ലും ആയിട്ട് എനിക്ക് വേണമെങ്കിൽ അവരെ കൊടുക്കാം. പക്ഷെ 1ല് ഓൾറെഡി ക്യൂ ഞാൻ ഫിക്സ് ചെയ്തേക്കുമല്ലേ അല്ലെ. അപ്പൊ 1ലും 10ലും ആയിട്ട് എനിക്ക് അവരെ കൊടുക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് പോസിബിലിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. 2ലും 9ലും ആയിട്ട് എനിക്ക് ആ 2 വ്യക്തികളെ കൊടുക്കാൻ ഒരു സാധ്യതയില്ലേ? ഉണ്ടല്ലോ. നമുക്ക് നോക്കാം. 3ലും 8ലും ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് 3ലും 8ലും അവരെ കൊടുക്കാൻ പറ്റത്തില്ല. 4ൽ ഓൾറെഡി പി ഉണ്ട്. സോ 4ലും 7ലും ആയിട്ട് അവരെ കൊടുക്കാൻ പറ്റത്തില്ല. 5ഉം 6ലും കൊടുത്താൽ അഡ്ജസന്റ് ആയി പോകും. അവർ അഡ്ജസന്റ് ആവാൻ പാടില്ല എന്നൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് പോസിബിലിറ്റിയിൽ 2ലും 9ലും ആയിട്ട് അവര് വരുത്തുള്ളൂ. സോ 6നെ എസിനെ എനിക്ക് 2ലും 9ലും ഫിക്സ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ. 6നെ എസിനെ എനിക്ക് 2ൽ കൊടുക്കാൻ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ ഫസ്റ്റ് പോസിബിലിറ്റിയിൽ. അപ്പൊ എങ്ങനെ 6നെയും എസിനെയും കൊടുക്കാം? എസിന്റെ നെയ്ബർ ആയിട്ട് ആര് വരണം എന്ന് പറയുന്നുണ്ട്? ടി വരണം. എസും ടിയും നെയ്ബേഴ്സ് ആണെന്നും പറയുന്നുണ്ട്. 2ലും 9ലും ആയിട്ടാണ് ആ 2 വ്യക്തികൾ വരുന്നത്. അപ്പൊ 6നും എസിനും വേണമെങ്കിൽ എസിന് 9ൽ വരാം, 6ന് 2ൽ വരാം, അല്ലെങ്കിൽ തിരിഞ്ഞും വരാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ 6 വന്നാൽ 6ന്റെ മുകളിലോട്ട് ഒരു ഫ്ലോർ,
അപ്പൊ എസ് 2-ൽ വന്നാൽ എസിന്റെ താഴോട്ട് ഒരു ഫ്ലോർ. തിരിഞ്ഞു വന്നൂടെ? അതായത് ഇവിടെ 6 വരുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ 2-ൽ 6 വന്നാൽ 6ന്റെ മുകളിലോട്ട് 8 ഫ്ലോർ അല്ലെ? 3 തൊട്ട് 10 വരെ 8 ഫ്ലോർ ഉണ്ട്. അപ്പൊ ഇവിടെ എസ് വന്നാൽ എസിന്റെ താഴോട്ടും 8 ഫ്ലോർ അല്ലേ? അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരാം. അതെങ്ങനെ ഫിക്സ് ചെയ്യുന്ന ചോദിച്ചാൽ എസ് ടി നെയ്ബേഴ്സ് ആണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുക, ഇവിടെ എസിനെ ഇരുത്താൻ എന്തെങ്കിലും എനിക്ക് ഓപ്ഷൻ ഉണ്ടോ? അവിടെ എസ് വരുമോ? ഇല്ല. കാരണം അവിടെ എസ് വന്നാൽ എസിന് ഓൾറെഡി 2 നെയ്ബേഴ്സ് ഓയും ക്യൂ ആയി കഴിഞ്ഞു. എസിന്റെ ഒരു നെയ്ബർ ആയിട്ട് ആര് തന്നെ വരണം? ടി വരണമെങ്കിൽ ഇവിടെ എനിക്ക് എസും ഇവിടെ എനിക്ക് ആറിനെയും കൊടുക്കാനേ ഓപ്ഷൻ ഉള്ളൂ ഫസ്റ്റ് പോസിബിലിറ്റി. അപ്പൊ എസിന്റെ നെയ്ബർ ആയിട്ട് ടിയെയും കൊടുത്തു. ഓക്കെ ആണോ? ദെൻ രണ്ടാമത്തെ പോസിബിലിറ്റി ഞാനൊന്ന് ചെക്ക് ചെയ്യുവാണ്. രണ്ടാമത്തെ പോസിബിലിറ്റി ഞാൻ കൊടുക്കുമ്പം 10-ൽ ഓൾറെഡി ആളുണ്ട്. അതുകൊണ്ട് 1-ലും 10-ലുമായിട്ട് എനിക്ക് അവരെ കൊടുക്കാൻ പറ്റത്തില്ല. 9-ൽ ആളുണ്ട്, 2-ലും 9-ലും പറ്റത്തില്ല. 8ഉം 3ഉം ഫ്രീയാ. സെക്കൻഡ് പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ പോസിബിലിറ്റി അടുക്കത്തെ കോളം, അതില് ഇതും ഫ്രീ ആണ്, ഇതും ഫ്രീയാ. അപ്പൊ ആ 2 പേരെ എനിക്ക് അവിടെ ആയിട്ട് കൊടുത്തു നോക്കാം. 7-ഉം 4-ഉം 2-ലും ആളുണ്ട്, പറ്റത്തില്ല. 5ഉം 6ഉം ഞാൻ ആ 6 എസിനെ കൊടുത്താൽ 6 എസും അല്ലേ, 6 എസും കൊടുത്താൽ അവര് നെയ്ബേഴ്സ് ആവരുതെന്ന് പറയുന്നുണ്ട്. സോ എനിക്ക് സെക്കൻഡ് പോസിബിലിറ്റിയിൽ അവരെ 3-ലും 8-ലും ആയിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. അതിൽ എവിടെ എസിനെ എവിടെ ആറിനെ കൊടുക്കും. രണ്ടുപേരും മാറിയും തിരിഞ്ഞും വരാം. അതെങ്ങനെ ഫിക്സ് ചെയ്യുന്ന ചോദിച്ചാല് എസിന്റെ നെയ്ബർ ആയിട്ട് ടി വരണമെങ്കിൽ ഇവിടെ എസ് വന്നാൽ പറ്റുമോ? ഇല്ല. സോ ഇവിടെ എസ് വന്നാൽ ഇവിടെ വേക്കന്റ് ആണ്, ടി കൊടുക്കാം, ഇവിടെ 6 വരും. ഓക്കെ. ദ ലാസ്റ്റ് പോസിബിലിറ്റിയിൽ 1ഉം 10ഉം വേക്കന്റ് ആണ്. 2-ൽ ആളുണ്ട്, അതുകൊണ്ട് 2ഉം 9ഉം പറ്റത്തില്ല. 8-ൽ ആളുണ്ട്, അതുകൊണ്ട് 8ഉം 3ഉം പറ്റത്തില്ല. 7-ൽ ആളുണ്ട്, 7ഉം 4ഉം പറ്റത്തില്ല. 5ഉം 6ഉം അല്ലെങ്കിലും പറ്റത്തില്ല, അവർ നെയ്ബേഴ്സ് ആവും. സോ തേർഡ് പോസിബിലിറ്റിയിൽ എനിക്ക് അവരെ 1-ലും 10-ലും ആയിട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതില് 6-നെ എസിനെ എവിടെ കൊടുക്കണം? എസിന്റെ നെയ്ബർ ആയിട്ട് ടി വരണമെങ്കിൽ ഇവിടെ എസിനെ കൊടുത്താൽ പറ്റത്തില്ല. അപ്പൊ ഇവിടെ എസിനെ കൊടുത്താൽ ഇത് വേക്കന്റാ, ഇവിടെ ടി വരും, ഇവിടെ 6 വരും. സോ ഈ ഇത്രയും പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഓക്കെ. ഇനി ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. യു ഒരു ഓഡ് നമ്പർ ആയിരിക്കണം, വിയുടെ മോളിൽ എമ്മിന്റെ താഴോട്ട്. ഇനി 3 ഫ്ലോർ അല്ലേ ഉള്ളൂ, 3 പോസിബിലിറ്റീസ് ആയിട്ട് വേക്കന്റ് ആയിട്ട് കിടക്കുന്നത്. ആ 3 പേരെ എനിക്ക് അങ്ങനെ എടുത്ത് അങ്ങ് ഫിക്സ് ചെയ്യാലോ അല്ലെ? 3 വേക്കൻസി 3 പോസിബിലിറ്റീസ് ആയിട്ടുണ്ട്. അതിലെ 3 പേരും വരേണ്ട ഓർഡർ അറിയാം. യു നടുക്ക് വരും, എം മോളി വരും, വി താഴെ വരും. പക്ഷെ യു നടുക്ക് വരുന്നത് ഒരു ഓഡ് നമ്പറിലായിരിക്കണം. അപ്പൊ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് പോസിബിലിറ്റിയിൽ ആൻസർ കിട്ടുമോ? ഇല്ല. കാരണം എന്താ? ഈ 3 വേക്കൻസിയില് യുവിനെ എനിക്ക് നടുക്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നടുക്ക് കൊടുത്താൽ യു ഒരു ഈവൻ നമ്പറിലാണ്. ക്യാൻസൽഡ്. ഓക്കെ. സെക്കൻഡ് പോസിബിലിറ്റി നോക്കാം. സെക്കൻഡ് പോസിബിലിറ്റിയിൽ 6ഉം 5ഉം 1ഉം ആണ് വേക്കന്റ്. അപ്പൊ അതിലെ നടുക്കെന്ന് പറയുമ്പോൾ 5-ൽ എനിക്ക് ആരെ കൊടുക്കാം? യുവിനെ കൊടുക്കാം, 1-ൽ വിയെ കൊടുക്കാം, 6-ൽ എമ്മിനെ കൊടുക്കാം. യു 5-ൽ ഒരു ഓഡ് നമ്പർ ഫ്ലോറിലല്ലേ താമസിക്കുന്നത്. സോ സെക്കൻഡ് പോസിബിലിറ്റിയിൽ എന്തുണ്ട്? ആൻസർ ഉണ്ട്. തേർഡ് പോസിബിലിറ്റി കട്ടായിപ്പോ. യുവിനെ നടുക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ വേക്കൻസിയിലെ നടുക്കത്തെ ഫ്ലോറാ, 4ാമത്തെ ഫ്ലോർ ഈസ് ആൻ ഈവൻ നമ്പർ. സോ ഇത് യു വന്നാൽ പറ്റത്തില്ല. സെക്കൻഡ് പോസിബിലിറ്റിയിലാണ് എന്തുള്ളത്? ആൻസർ ഉള്ളത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ചെയ്തത് ഒന്ന് ഇതേ മോഡലിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെത്താൻ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കുറെ പസിലും കുറെ സീറ്റിംഗ് ഒന്ന് ചെയ്ത് നോക്കുക. ഇവിടുത്തെ സബ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? ദ നമ്പർ ഓഫ് പേഴ്സൺസ് എബോവ് വി, വിയുടെ മുകളിലോട്ടുള്ള നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത് ഈ സെയിം ആസ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ബിലോ. ആര്? ഓക്കെ. അതായത് വിയുടെ മുകളിലോട്ട് എത്ര ഫ്ലോർസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ഫ്ലോർസ് താഴോട്ടുള്ള വ്യക്തി ആര്? അതാണ് ക്വസ്റ്റ്യൻ. വിയുടെ മുകളിലോട്ട് അല്ലെങ്കിൽ വി ബോട്ടം ഫ്ലോറിൽ, അപ്പൊ ടോപ്പ് ഫ്ലോറിൽ ആരാ നോക്കിയാ പോരെ? ആൻസർ എന്ത് വരും? പി. ഓക്കെ. വിയുടെ മുകളിലോട്ട് അല്ലെങ്കിൽ വിയുടെ മുകളിലോട്ട് 9 ഫ്ലോർ ഉണ്ട്. സോ 9 ഫ്ലോർ താഴോട്ടുള്ള വ്യക്തി ആര്? പി. വിയുടെ താഴോട്ട് 9 ഫ്ലോർ. ഓക്കെ ആണോ? സോ ഇത് നമ്മള് ഒന്നാമത്തെ ഒരു സബ് ക്വസ്റ്റ്യൻ പറഞ്ഞ. ഇനി ഇതിന്റെ വേറൊരു 4 സബ് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട് കേട്ടോ. നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. അപ്പൊ
അപ്പൊ ഇവിടെ ഞാൻ ആൻസർ ഡയറക്റ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആൻസർ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 4 of the following 5 are alike in a certain way and form a group. Who among the following does not belong to that group? 5 ഓപ്ഷൻസ് ഉണ്ട്. 5 ഓപ്ഷൻസിൽ 4 ഓപ്ഷൻ സെയിം പാറ്റേൺ, ഒരെണ്ണം ഡിഫറെന്റ്. സോ ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നോക്കാം നമുക്ക്. ഓ ഒരു ഓഡ് നമ്പർ ഫ്ലോറിലാണ് താമസിക്കുന്നത്. ക്യൂ ഒരു ഓഡ്, യു ഒരു ഓഡ്, എസ് ഒരു ഓഡ്, ആർ എന്ന് പറയുന്ന ആള് ഈവൻ നമ്പേർഡ് ഫ്ലോറിലല്ലേ താമസിക്കുന്നത്. സോ ഓഡ് വൺ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ ഇ ആർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 4 ഓപ്ഷൻ ചിലപ്പോൾ ഈവൻ നമ്പേർഡ് ഫ്ലോർ ആയിരിക്കും കൊടുത്തേക്കുന്നത്, ഒരെണ്ണം മാത്രം ഓഡ് ആയിരിക്കും. അപ്പം ഇങ്ങനെ വരുന്ന ഓഡ് വൺ ഔട്ട് ഈ ഒരു മോഡലിൽ തന്നെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. കാരണം ഇവിടെ വേറെ വേരിയബിൾസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരാൾക്കാരുടെ പേര് മാത്രമേ ഉള്ളൂ. സോ അത് ഈവൻ നമ്പർ ആൻഡ് ഓഡ് നമ്പർ ബേസിലായിരിക്കും ഓഡ് വൺ പറയുന്നത്. അപ്പം ഇവിടെ ചോദിച്ചേക്കുന്നത് ഇത്രയും ക്വസ്റ്റ്യൻ ഇത്രയും നീളം ഉണ്ടെന്നുള്ളത് നോക്കണ്ട. ഇവിടെ വേറെ ഒന്നും ഇല്ല. 5 ഓപ്ഷൻസിൽ 4 സെയിം പാറ്റേൺ, ഒരെണ്ണം ഡിഫറെന്റ്. സോ ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതിന്റെ സബ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി പേഴ്സൺസ് ലീവ് ബിറ്റ്വീൻ ടി ആൻഡ് ഒ? ടിയുടെയും ഒയുടെയും ഇടയിൽ എത്ര പേരുണ്ട്? ഇത്രയും പേര് അവർക്കിടയിൽ താമസിക്കുന്ന ആൾക്കാരാ. ടിയെ ഒയും കൂട്ടാൻ പാടില്ല കേട്ടോ. അവർക്കിടയിൽ എത്ര പേരുണ്ട്? 1 2 3 4 5 6 6. ഓക്കെ, 6 പേര് അവർക്കിടയിൽ താമസിക്കുന്നുണ്ട്. Then next question. അടുത്ത നോക്കാം. Who lives just above the floor on which n lives? n താമസിക്കുന്നതിന്റെ തൊട്ട് മുകളിൽ താമസിക്കുന്നത് ആരാണ്? ആര് വരും? u. ആൻസർ ഈസ് ഏതെങ്കിലും ഓപ്ഷനിൽ u ആണ്. u സെലക്ട് ചെയ്യാം. Who lives just above the floor on which n lives? n താമസിക്കുന്നതിന്റെ തൊട്ട് മുകളിൽ. ഓക്കെ, u. നെക്സ്റ്റ് നോക്കാം. അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മൾ മിസ്റീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ എടുത്താൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ പി 10ാമത്തെ ഫ്ലോർ ശരിയായിട്ട് അവിടെ കിടപ്പുണ്ട് അല്ലെ. സോ അവിടെ ഇൻകറക്റ്റ് ആണ് ചോദിക്കുന്നത് കേട്ടോ. തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏത്? ഓപ്ഷൻ എ ശരിയാണ്, ഓപ്ഷൻ ബി Q7 ശരിയാണ്, N4 കറക്റ്റ് ആണ്, S2 തെറ്റാണ്, M6 കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി. S2 അല്ല, S3 താമസിക്കുന്നത്. സോ അത് ഇൻകറക്റ്റ് ആണ്. S2 എന്നുള്ളത് ഇൻകറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ അത്രേ ഉള്ളായിരുന്നു കേട്ടോ. ആ ക്വസ്റ്റ്യന്റെ 5 സബ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പർ എന്ന് പറയുന്നത് 4 5 7 8 7 2 5 9. If the digits before 8 are added by 2, അല്ലെ, 8ന് മുന്നേ വരുന്ന ഡിജിറ്റ്സ് എന്ത് ചെയ്യുക? 2 ആഡ് ചെയ്യുക. 8ന് ശേഷം വരുന്ന ഡിജിറ്റിൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പൊ പുതിയതായിട്ട് ഒരു നമ്പർ കിട്ടത്തില്ലേ? ആ ന്യൂ നമ്പറിലെ പ്രൈം ഡിജിറ്റിന് ശേഷം അല്ലെങ്കിൽ പ്രൈം നമ്പറിന് ശേഷം എന്താ ചോദിച്ചേക്കുന്നത്? എത്ര ഡിജിറ്റ്സ് വന്നിട്ടുണ്ട്? ഹൗ മെനി ഡിജിറ്റ്സ് അപ്പിയർ ആഫ്റ്റർ ദ പ്രൈം ഡിജിറ്റ്? പ്രൈം നമ്പറിന് ശേഷം എത്ര ഡിജിറ്റ്സ് വന്നിട്ടുണ്ട്? അപ്പൊ നമുക്ക് നോക്കാം. 8ന് മുന്നേ വരുന്നതെന്ന് പറയുമ്പോൾ ഇതാണ് 8. അതാണ് 8. 8ന് മുന്നേ വരുന്ന 3 ഡിജിറ്റ്സ് ഉണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യുക? 2 ആഡ് ചെയ്യുക. സോ 4 + 2 6 + 2 7 + 2 9. 8ന് ശേഷം വരുന്ന നമ്പറിൽ നിന്ന് 1 കുറയ്ക്കുക. സോ ഈ 4 നമ്പേഴ്സിൽ നിന്ന് 1 കുറയ്ക്കുക. 6 1 4 8. ഈ 8നെ എന്ത് ചെയ്യണം? 8നെ അതേപോലെ താഴോട്ട് എഴുതിയാൽ മതി കേട്ടോ. 8നെ ഒന്നും ചെയ്യാൻ അവർ പറയുന്നില്ല. സോ 8നെ അതേപോലെ 8ന്റെ പ്ലേസിൽ എഴുതുക. Then how many digits appear after the prime digit in the new number formed? പുതിയ നമ്പർ ഫോം ചെയ്തേക്കുന്ന ഇതിലാണ്. സോ ഇതില് പ്രൈം നമ്പർ ആയിട്ട് ആരുണ്ട്? 7 അല്ലേ ഉള്ളൂ അല്ലെ. ലോവസ്റ്റ് പ്രൈം എന്ന് പറയുന്നത് 2 ആ. 2 3 5 7 11 13 അങ്ങനെ പോകും പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആ നമ്പർ ഇറ്റ്സെൽഫ് 1 മാത്രമേ അതിനെ ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ, ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് 7 മാത്രമേ ഉള്ളൂ പ്രൈം. ഞാൻ 2 എന്ന് എഴുതിയേക്കുന്ന ലോവസ്റ്റ് പ്രൈം ആണ് കേട്ടോ.
ഓക്കെ 7 മാത്രമേ ഉള്ളൂ പ്രൈം. അതിനുശേഷം വരുന്ന എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 2 3 4 5 6. സോ ഏതെങ്കിലും ഓപ്ഷനിൽ ഓപ്ഷൻ ബി 6. ഓക്കെ പറഞ്ഞ കണ്ടീഷൻ അപ്ലൈ ചെയ്തു, പുതിയ നമ്പർ കിട്ടി, നമ്പറിൽ ഒരു പ്രൈം കിട്ടി, ആ പ്രൈമിന് ശേഷം വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? ഓക്കെ നെക്സ്റ്റ് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഒരു ഓർഡറിംഗ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു 6 പേര് ഡിഫറെന്റ് ഹൈറ്റിന്റെ ബേസിലാണ് അവരെ ഓർഡർ ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ ഡയറക്റ്റ് പറയുന്നുണ്ട് എ ആണ് കൂട്ടത്തിലെ സെക്കൻഡ് ടോളസ്റ്റ്. ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ സെക്കൻഡ് ടോളസ്റ്റ് എ ആണ്. അപ്പൊ എയുടെ താഴോട്ട് എത്ര പേര് ഷോർട്ടസ്റ്റ് ആയിട്ടുണ്ട്? 4 പേര്. അപ്പൊ ഓർഡറിങ് ചെയ്യുമ്പം ഒരാളെ ഫിക്സ് ചെയ്യാൻ പറ്റിയാൽ അയാളെ അവിടെ ഉറപ്പിച്ചിരുത്തുക, അയാളെ പിന്നെ അവിടുന്ന് അനക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവരെ പറയുന്ന കണ്ടീഷൻസ് പ്രകാരം എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളത് ആലോചിച്ചാൽ മാത്രം മതി. പിന്നെ സോ എ സെക്കൻഡ് ടോളസ്റ്റ് ആണ്, ഇത് ഏറ്റവും ടോളസ്റ്റ്, ഇത് ഏറ്റവും ഷോർട്ടസ്റ്റ്. ഓക്കെ ദെൻ there are 2 persons between A and B. എയുടെയും ബിയുടെയും ഇടയിൽ 2 പേര്. സി ജസ്റ്റ് ടോളർ ദാൻ ഡി ആണ്. സി ഡിയുടെ തൊട്ട് ടോളസ്റ്റ് ആണ്. അപ്പൊ അവരെ ഫിക്സ് ചെയ്യണമെങ്കിൽ അടുപ്പിച്ചുള്ള വേക്കൻസി വേണം. ഈ 2 പൊസിഷനിൽ എനിക്ക് ആരെ ഫിക്സ് ചെയ്യാം? അവരെ ഫിക്സ് ചെയ്യാം. സി ഡിയേക്കാളുടെ തൊട്ട് പൊക്കം കൂടിയ ആളാണ്. സി ജസ്റ്റ് ടോളർ ദാൻ ഡി ബട്ട് ഷോർട്ടർ ദാൻ ഇ. പക്ഷെ എന്താ, സി ഇയെക്കാട്ടിലും പൊക്കം കുറവാ. അങ്ങനെയാണെങ്കിൽ പോയിട്ട് ബാക്കി ആരേ ഉള്ളൂ? എഫ് അല്ലേ. എഫിനെ എനിക്ക് ഷോർട്ടസ്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ ദെൻ ക്വസ്റ്റ്യൻ എന്താ? ഫോർത്ത് ടോളസ്റ്റ് പേഴ്സൺ ആര്? ആൻസർ ഡി. ഫസ്റ്റ് ഏറ്റവും ടോളസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. എളുപ്പമല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ ഒരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്, ഹൈറ്റ് ഓഫ് സെക്കൻഡ് ടോളസ്റ്റ് ഈസ് 177. അതായത് എയുടെ ഹൈറ്റ് 177 സെന്റിമീറ്റർ. ഓക്കെ അപ്പൊ ഇത് ഒരു നമുക്ക് SBPO പ്രിലിംസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം നമുക്ക് ഒറ്റ വരപ്പിന് തന്നെ നമുക്ക് വേറെ പോസിബിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ഡയറക്റ്റ് നമുക്ക് കിട്ടി. അപ്പൊ എത്രയും എളുപ്പത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്, വെയിറ്റേജ് കുറവായിരിക്കും. ഓക്കെ ഇതിപ്പോ ഒരു 2-3 മാർക്കിന്റെ സബ് ക്വസ്റ്റ്യൻസ് ആവും. അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്ത സബ് എന്താണെന്ന് നോക്കാം. അതെ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് SBPO ഒക്കെ. അതായത് കാൽക്കുലേഷൻ, ഇപ്പൊ ഒരാളുടെ ഹൈറ്റ് പറയും, ഇപ്പം ഇവിടെ പറയുന്നുണ്ട്, ഞാൻ ഓർഡർ എഴുതിയിട്ടുണ്ട്, ഇത് ഏറ്റവും ടോളസ്റ്റ്, ഏറ്റവും ഷോർട്ടസ്റ്റ് കേട്ടോ. അപ്പൊ ഇവിടെ ഓൾറെഡി നമുക്ക് എയുടെ ഹൈറ്റ് സെക്കൻഡ് ടോളസ്റ്റ് 177 സെന്റിമീറ്റർ ആണ് പൊക്കം എന്നറിയാം. എയുടെയും ഡിയുടെയും കൂടെ സം 300 ആണ് എങ്കിൽ, എ 177 ആണ്, രണ്ടുപേരുടെയും കൂടെ സം 300 ആണെങ്കിൽ ഡിയുടെ ഹൈറ്റ് എത്ര വരും? എത്ര വരും? 123. 123 ആയിരിക്കും ഡിയുടെ ഹൈറ്റ്. ഓക്കെ അപ്പം ആൻഡ് ഹൈറ്റ് ഓഫ് ബി 114 ആണെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ? ദെൻ വാട്ട് ഇസ് ദ സം ഓഫ് ഹൈറ്റ് ഓഫ് ബി ആൻഡ് ഡി? ബിയുടെയും ഡിയുടെയും കൂടെ സം എത്ര? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? എത്ര വരും? 237. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഓർഡറിംഗ് ബേസ് ചെയ്തിട്ട് എന്താണ് ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഇത്രയുള്ള ഒറിജിനൽ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ അടുത്ത സബിലോട്ട് പോകുമ്പോൾ ഇത്രയും മാത്രമേ നമുക്ക് കണ്ടന്റ് ആയിട്ടുള്ളൂ, ഇത്രയും മാത്രമേ നമുക്ക് കണ്ടന്റ് ഉള്ളൂ. ഒരു സബ് ക്വസ്റ്റ്യനിൽ എയുടെ ഹൈറ്റും ഡിയുടെ ഹൈറ്റും സം 300 ആണെന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യന് മാത്രമാണ് ഈ 300 സെന്റിമീറ്റർ ബാധകം. അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് അടുത്ത സബ് ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ലൈറ്റസ്റ്റ് ആരാണ്? ലൈറ്റസ്റ്റ് ഷോർട്ടസ്റ്റ് ആണ്. ഹു ഈസ് ദ ഷോർട്ടസ്റ്റ് പേഴ്സൺ? പൊക്കം കുറഞ്ഞ ആൾ ആര് വരും? എഫ്. ഏതെങ്കിലും ഓപ്ഷനിൽ എഫ് കാണും, എഫ് സെലക്ട് ചെയ്യാം. ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ 15 ക്വസ്റ്റ്യൻസ് ആയി. അപ്പൊ ഫസ്റ്റ് 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത 15 ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത പാർട്ടിലായിരിക്കും എടുക്കുന്നത്. അപ്പൊ ഈ ഒരു മോഡലുള്ള കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഒന്ന് സോൾവ്